ഇന്റർനാഷണൽ വാർത്തകളുമായി പി ജെയിംസ് നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ജെയിംസ് സാർ. ഗുഡ് മോർണിംഗ് സ്മിത. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഹായ്. നമുക്ക് ഇസ്രായേലിലേക്ക് തന്നെ ആദ്യം പോകാൻ തോന്നുന്നു അല്ലേ? കഴിഞ്ഞ ദിവസം പ്രമേയം വോട്ടിനിടുന്നുണ്ടായിരുന്നു UN സുരക്ഷാ കൗൺസിൽ. അതിപ്പോൾ ഇന്ന് രാവിലെ ചിലപ്പോൾ ഉണ്ടായേക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അതിങ്ങനെ നീണ്ടു പോവുകയായിരുന്നു, അമേരിക്കയുടെ വീറ്റോ. അങ്ങനെ ഈ ചർച്ചകളെല്ലാം തന്നെ ഒരു വശത്ത് നടക്കുമ്പോഴും വലിയ രീതിയിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുകയാണ് ഇസ്രായേലിൽ അല്ലേ? സ്മിത, ഇസ്രായേൽ ഹമാസ് യുദ്ധം പൂർണ്ണമായി നിർത്താനാവില്ലെന്ന് ഇസ്രായേൽ മധ്യസ്ഥ ചർച്ചകളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് ഇത് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, ഈ ചർച്ചകൾ വഴിമുട്ടി എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. പ്രത്യേകിച്ച് ഹമാസിൻ്റെ മറുപടി പൂർണ്ണമായിട്ട് യുദ്ധം നിർത്താതെ ബന്ദികളെ വിട്ടയക്കില്ല. ഇപ്പോൾ 100-ൽ പരം ബന്ദികൾ ഇപ്പോഴും ഗസയിൽ ഹമാസിൻ്റെ കീഴിലാണ്. അവരെ അവിടെ ഒളിപ്പിച്ചിരിക്കുകയാണ്. 100 പേരെ വിട്ടയച്ചിരുന്നു. ഇപ്പോൾ 100-ലേറെ എന്ന് പറയുമ്പോൾ 140 പേരോളം കാണും. അപ്പോൾ ആ തരത്തിൽ രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകൾ, ശക്തമായിട്ടുള്ള നിലപാടുമായിട്ട് ഹമാസും ഇസ്രായേലും നിൽക്കുന്നു. അമേരിക്ക, ഈജിപ്റ്റ്, ഖത്തറിൻ്റെ മധ്യസ്ഥതയിലാണ് കൂടുതൽ ചർച്ചകൾ നടന്നിരുന്നത്. ഇപ്പോൾ ഈജിപ്തിലെ കെയ്റോയിലാണ് ചർച്ചകൾ നടക്കുന്നത്. ഇതിൻ്റെ അടുത്ത് വരെ എത്തി വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നതെന്ന് അമേരിക്ക പറയുന്നുണ്ടെങ്കിലും ഹമാസും ഇസ്രായേലും ഒട്ടും അടുക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഹമാസ് കീഴടങ്ങുന്നത് വരെ ഞങ്ങൾ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകും, ഒന്നില്ലെങ്കിൽ നിങ്ങൾ കീഴടങ്ങുക അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറായിക്കൊള്ളൂ എന്നുള്ള ഇതിലാണ്. ആ തരത്തിൽ തന്നെ വലിയ ആക്രമണം അവർ നടത്തുന്നു. സ്ത്രീകളും കുട്ടികളുമാണ് കൊല്ലപ്പെടുന്നത്. ഇന്നത്തെ കണക്കനുസരിച്ച് 8000-ലധികം കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകൾ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 6200-ൽ പരമായിരിക്കുന്നു. എന്ന് വെച്ചാൽ ആകെ കൊല്ലപ്പെട്ട 20,000-ൽ കവിഞ്ഞു മരണസംഖ്യ. അതിൽ 14,500 പേര് കൊല്ലപ്പെട്ടിരിക്കുന്നത് സ്ത്രീകളും കുട്ടികളും മാത്രമാണ്. അപ്പോൾ തന്നെ യുദ്ധത്തിൻ്റെ ഭീകരത മനസ്സിലാവും. എന്തായാലും അവിടെ റഫ അതിർത്തിയിൽ യുദ്ധമുണ്ടാവില്ല. അവിടുന്നാണ് സഹായം വരുന്നത്. പ്രത്യേകിച്ച് ഭക്ഷണങ്ങളും അതുപോലെ തന്നെ മരുന്നും വെള്ളമൊക്കെ വരുന്നത് ഈ ഗസയിലേക്ക് വരുന്നത് റഫ അതിർത്തി വഴിയാണ്. ആ റഫ അതിർത്തിയിൽ ഇസ്രായേൽ ഏറ്റവും ഈ അവസാന മണിക്കൂറുകളിൽ ബോംബിട്ടിരിക്കുന്നു. അവിടെ ഹമാസിൻ്റെ ജീവകാരുണ്യ വിഭാഗത്തിൻ്റെ തലവനടക്കം 4 പേർ അവിടെ കൊല്ലപ്പെട്ടു. മറ്റു സ്ഥലങ്ങൾ ജബലിയ ക്യാമ്പിൽ, അഭയാർത്ഥി ക്യാമ്പ് ഇസ്രായേൽ പിടിച്ചെടുത്തു. അവിടെയും അവിടെ രക്ഷപ്പെടാൻ ശ്രമിച്ച ചിലരെ വധിച്ചിട്ടുണ്ട്. തെക്കൻ ഗസയിൽ ഖാൻ യൂനിസ് നഗരത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. അതുകൊണ്ട് തന്നെ വല്ലാത്ത രീതിയിൽ ഇസ്രായേൽ ഈ ആൾക്കാരെ കൊല്ലുന്ന തരത്തിലുള്ള വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ യുദ്ധം മുറുക്കുകയാണ്. ഒരു ഭാഗത്ത് ചർച്ച നടക്കുന്നു, മറുഭാഗത്ത് യുദ്ധം മുറുക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ സമാധാനം അകലെയാണ് സ്മിത, ക്രിസ്റ്റീന. ജെയിംസ്, അതുപോലെ തന്നെ ഈ ഗസയിലെ ആൾക്കാർക്ക് സഹായം എത്തിക്കുക, ഒരു സഹായം എത്തിക്കുന്നത് മനുഷ്യ നന്മയുടെ ഒരു പ്രതീകമാണല്ലോ. പക്ഷെ അതിൽ പോലും വിവിധ രാഷ്ട്രങ്ങൾ പല തട്ടുകളിൽ നിൽക്കുന്നു. അമേരിക്ക, അറബ് രാഷ്ട്രങ്ങൾ 2 തട്ടിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഇങ്ങനെ ഒരു വിയോജിപ്പിന് കാരണം? ക്രിസ്റ്റീന, ഒരുപക്ഷെ നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ മാറ്റിവെക്കുകയാണ്. അമേരിക്ക വീറ്റോ പ്രയോഗിക്കും എന്ന ഒരു ഭീഷണിയിൽ ഒരു എന്താ പറയുക അനുരഞ്ജനത്തിലെത്താനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് നീട്ടിക്കൊണ്ടുപോകുന്നതെന്ന് പറയുന്നു. ആ UN പ്രമേയത്തിൽ പറയുന്നത് ഗസയിൽ പട്ടിണി വ്യാപിക്കുകയാണ്. ഒരു നേരത്തെ ഭക്ഷണം പോലും ഒരു ദിവസം കഴിക്കാനാവാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ. അപ്പോൾ ആ അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ ഇവർക്ക് സഹായം എത്തിക്കണം, അതിന് ഒരു പൊതുവായിട്ടുള്ളൊരു ഏജൻസി അതിൻ്റെ കാര്യങ്ങൾ നോക്കണമെന്നുള്ള പ്രമേയമാണ് വരുന്നത്. പക്ഷേ അമേരിക്ക എതിർക്കുന്നത് ഇസ്രായേലിൻ്റെ ഒരു പ്രഷറുണ്ട്. ഇസ്രായേലിലെ സൈനികരാണ് ഇപ്പോൾ ഗസയിലേക്ക് വാഹനങ്ങൾ കടത്തി വരുന്നത്. അപ്പോൾ ഇസ്രായേലിലെ കൺട്രോള് നഷ്ടപ്പെട്ട് അറബ് രാജ്യങ്ങൾക്ക് കൂടി മറ്റ് നിയന്ത്രണമുള്ള ഒരു ഫോറം വരും എന്നുള്ളത് കൊണ്ടാണ് എതിർക്കുന്നത്. അതേ ചൊല്ലിയുള്ള ചർച്ചകളിലെത്തിക്കാണ് അറബ് രാജ്യങ്ങൾ ഒരു പക്ഷത്തും അമേരിക്ക മറുപക്ഷത്തുമായിട്ട് നിൽക്കുന്നത്. അമേരിക്ക ഇസ്രായേലിന് വേണ്ടിയുള്ള വീറ്റോ പ്രയോഗിക്കുമെന്നുള്ള ഭീഷണിയിൽ. എന്തായാലും ഈ അവസരത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ പട്ടിണിയിലാണ്. അവർക്ക് സഹായം എത്തിക്കുന്നത് സംബന്ധിച്ചാണ് UN പ്രമേയം. എന്ന് മാത്രമല്ല, വെടിനിർത്തൽ സംബന്ധിച്ചുള്ള ഒരു തീരുമാനമായിട്ടില്ല. ഒപ്പം തന്നെ ചെങ്കടലാണ് ഒരു വർഷം ഏതാണ്ട് 17,000-ഓളം കപ്പലുകളാണ് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ബാബ മാൻഡേബ് വഴി വന്ന് ചെങ്കടൽ കടന്ന് സൂയസ് കനാൽ വഴി മെഡിറ്ററേനിയൻ തീരത്തേക്കും കടലിലേക്കും അറ്റ്ലാന്റിക്കിലേക്കൊക്കെ പോകുന്ന വലിയ സഞ്ചാരപാതയാണത്. ആ സഞ്ചാരപാതയിൽ 17,000 കപ്പൽ ഒരു വർഷം യാത്ര ചെയ്യുന്നുണ്ട്. ആ
ഇത് ഒഴിവാക്കിയിരിക്കുന്നു. ചെങ്കടലിലൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല. ഹൂതികൾ അവിടുന്ന് കപ്പൽ പിടിച്ചുകൊണ്ട് പോയി ഇസ്രായേലിലേക്ക് വരുന്ന ഏത് കപ്പലും ആക്രമിക്കുന്നു പറഞ്ഞിരിക്കുന്നു. ലൈബീരിയൻ 3 കപ്പലുകൾ ആക്രമിച്ചു. അമേരിക്കയുടെ ഒരു ആഗോള സഖ്യം അവിടെ കാവലിന് വന്നിട്ടുണ്ട്. യുദ്ധ കപ്പൽ വന്നിട്ടുണ്ട് അമേരിക്കയുടെ. പക്ഷെ ഇതുകൊണ്ടൊന്നും പ്രശ്നം തീരുന്നില്ല. അവിടെ ഹൂതികളുടെ, പ്രത്യേകിച്ച് ഈ ബാബ മാൻഡലേബ് എന്ന് പറയുന്ന 20 മൈൽ മാത്രമാണ് അതിൻ്റെ വീതി. അതിൻ്റെ അടുത്ത് തന്നെയാണ് യമൻ. അവിടെ നിന്നാണ് ഹൂതികൾ മിസൈൽ തൊടുക്കുന്നത്. അതുകൊണ്ട് കപ്പലിൻ്റെ പ്രധാനപ്പെട്ട കമ്പനികൾ ആരും അതിലൂടെ പോകാൻ തയ്യാറല്ല. അതുകൊണ്ട് വഴി വളഞ്ഞ് ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ് യാത്ര ചെയ്യുന്നത്. 13,500 നോട്ടിക്കൽ മൈൽ യാത്ര ചെയ്യണം. ഇപ്പോൾ 10,000 ഇതിലൂടെ ചെങ്കടൽ വഴിയാണെങ്കിൽ 10,000 നോട്ടിക്കൽ മൈൽ മതി. എന്ന് വെച്ചാൽ 18,000 കിലോമീറ്ററിൽ നിന്ന് 25,000 കിലോമീറ്റർ യാത്ര ചെയ്യണം. 11 ദിവസം കൂടുതൽ യാത്ര ചെയ്യണം. അങ്ങനെ വരുമ്പോൾ എണ്ണവില ലോകത്ത് കൂടാൻ പോവുകയാണ്. ഒരുപക്ഷെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ ലോകവ്യാപകമായ ഒരു പ്രത്യാഘാതമായിട്ട് ചെങ്കടലിലെ ഈ യാത്ര, കപ്പലുകളുടെ യാത്ര മാറിയിരിക്കുന്നു. സ്മിത ക്രിസ്റ്റീന. ശരിയാണ് ജെയിംസ് സാർ. ഈ യുദ്ധം ഒരിക്കലും ഒരാൾക്കും നന്മ കൊണ്ടുവരുന്നില്ല, നല്ലത് കൊണ്ടുവരുന്നില്ല എന്നതിന്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്മിത, നമ്മൾ 1-2 രസകരമായ കമന്റ്സ് ഉണ്ട്. ഒന്ന്, സജി മാങ്കോട് PP ജെയിംസ് ചേട്ടൻ എഴുതിയ ക്രിസ്മസ് കേക്കിലെ ഉറുമ്പുകൾ എന്ന കവിതയുടെ 4 വരി ഒന്ന് ചൊല്ലാൻ പറയുമോന്ന്. പിന്നെ വേറെ ഒരെണ്ണം, വിജയൻ കുശലനില്ലാത്തത് കൊണ്ട് ലവൻ മുങ്ങാൻ സാധ്യതയുണ്ട്. നിങ്ങൾ തിരിച്ചെത്തുമ്പോൾ PP അവിടെ ഉണ്ടെങ്കിൽ ഭാഗ്യം. കുശലൻ എന്ന് പറഞ്ഞ സ്കാനാണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു കവിതയുണ്ടോ? ഞാൻ ഏതായാലും എഴുതിയിട്ടില്ല. വേറെ ഏതെങ്കിലും ജെയിംസ് ആയിരിക്കും. പിന്നെ ഇത് കവിത ചൊല്ലാൻ പറ്റിയ സമയമല്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മളെന്തായാലും പ്രേക്ഷകരോട് പറഞ്ഞ ചോദ്യങ്ങളും ഉത്തരങ്ങളിലേക്ക് പോയി. പിന്നെ അർമേനിയക്ക് 6000 ആകാശ് മിസൈൽ നൽകിയാൽ ഈ പാകിസ്ഥാൻ, തുർക്കി, അസർബൈജാൻ ട്രയോ അവർക്ക് എന്താണ് തലവേദന ഉണ്ടാകാൻ പോകുന്നത്? അതുപോലെ തന്നെ പാകിസ്ഥാന്റെ സൈനിക മേധാവി വിദേശ സന്ദർശനത്തിന് പോകുമ്പോൾ അതെന്താണ് ഇന്ത്യ അത്രയും ഗൗരവമായി കാണുന്നത്? ക്രിസ്റ്റീന, യഥാർത്ഥത്തിൽ ഈ അസർബൈജാനും അർമേനിയയും തമ്മിൽ 2 തവണ അടുത്തിടെ യുദ്ധമുണ്ടായി. 2ഇടത്തും അസർബൈജാനാണ് വിജയിച്ചത്. അസർബൈജാന്റെ പിറകിൽ തുർക്കിയുണ്ട്, പാകിസ്ഥാനുണ്ട്. അവരാണ് അസർബൈജാൻ ആയുധങ്ങൾ നൽകുന്നത്. ഒരുപക്ഷെ അസർബൈജാൻ വിജയിക്കാൻ ഒരു പ്രധാന കാരണം ഈ തുർക്കിയുടെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡ്രോണുകളും മിസൈലുകളുമാണ് അവർ പ്രയോഗിച്ചത്. അർമീനിയയെ സഹായിക്കുന്നത് റഷ്യയാണ്. പക്ഷേ അർമേനിയയ്ക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. അവിടുത്തെ ഈ 2 കൂട്ടരുടെയും അർമേനിയക്കാർ കൂടുതലുള്ള അസർബൈജാൻ്റെ ഒരു ഭാഗത്തിന് വേണ്ടിയാണ് അവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടന്നത്. ഇപ്പോഴും അസർബൈജാൻ ആ പ്രദേശം പിടിച്ചടക്കി. അതേ തുടർന്നുള്ള സംഘർഷം നിലനിൽക്കുകയാണ്. അപ്പോഴാണ് അർമീനിയയ്ക്ക് ഇന്ത്യ 6000 കോടിയുടെ ആകാശ് മിസൈൽ നൽകുന്നത്. ആകാശ് മിസൈൽ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാണ്. കാരണം ലോകമെമ്പാടും നിന്നും വലിയത് വരുന്നുണ്ട്. വളരെ എഫക്റ്റീവായിട്ടുള്ള മിസൈലാണ്. തദ്ദേശീയമായിട്ട് DRDO, നമ്മുടെ റിസർച്ച് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്തതാണ്. ബ്രസീൽ ചോദിച്ചിരിക്കുന്നു, ഫിലിപ്പീൻസ് ചോദിക്കുന്നുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങൾ ചോദിക്കുന്നു. ഇങ്ങനെ ഇന്ത്യക്ക് വലിയ രീതിയിലുള്ളൊരു കയറ്റുമതി കിട്ടുന്നതാണ് ആകാശ് മിസൈലുകൾ. അത് വിയറ്റ്നാം അടക്കമുള്ള രാജ്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏഷ്യയിൽ, ആഫ്രിക്കയിൽ, ലാറ്റിൻ അമേരിക്കയിൽ ഒക്കെ നമ്മൾ ഈ ആകാശ് മിസൈൽ കൊടുക്കുന്നത്. അർമീനിയ 6000 കോടിയുടെ ആകാശ് മിസൈല് ഓർഡർ ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അസർബൈജാനാണ് അത് നേരിട്ട് ഹിറ്റ് ചെയ്യുന്നത്. പക്ഷെ അവരെ ഏറ്റവും കൂടുതൽ ആയുധവൽക്കരിക്കുന്നത് പാകിസ്ഥാനും തുർക്കിയും ചേർന്നാണ്. അപ്പോൾ അവരുടെ ഈ ത്രയത്തിനുള്ളൊരു തിരിച്ചടിയാണ് ആകാശ് മിസൈലുകൾ ഇന്ത്യ നൽകുന്നത്. എന്ന് മാത്രമല്ല, കാശ്മീർ പ്രശ്നത്തിൽ പാകിസ്ഥാനോടൊപ്പമാണ് അസർബൈജാനും തുർക്കിയും. അതിൽ ഇന്ത്യ ശക്തമായിട്ടുള്ള എതിർപ്പ് തുർക്കിയോട് രേഖപ്പെടുത്തിയതാണ്. ഇപ്പോൾ പാക് ഭീകരർ കാശ്മീരിൽ ഭീകരാക്രമണം നടത്തുക, 5 സൈനികർ വീരമൃത്യു വരിച്ച വാർത്തകൾ വരുന്നതിനിടെയാണ് ഇന്ത്യ ശക്തമായിട്ട് ഈ ആകാശ് മിസൈലുകൾ പാകിസ്ഥാൻ്റെയും അവരുടെ സഖ്യകക്ഷികളുടെയൊക്കെ എതിരാളികൾക്ക് നൽകുന്നുവെന്ന വാർത്ത വരുന്നത്. അതിനിടയിൽ തന്നെ പാകിസ്ഥാൻ്റെ സൈനിക തലവൻ അദ്ദേഹം വാഷിങ്ടണിലെത്തി അമേരിക്കയുടെ പ്രമുഖ നേതാക്കളുമായി ചർച്ച നടത്തുകയാണ്. പ്രത്യേകിച്ച് സൈനിക നേതാക്കളുമായിട്ടാണ്, അല്ലെങ്കിൽ സൈനിക തലവന്മാരുമായിട്ടാണ് ചർച്ച നടത്തുന്നത്. ഇന്ത്യ അത് വളരെ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. അതിൻ്റെ കാരണം, പ്രത്യേകിച്ച് ഇവർ ഭീകരാക്രമണം നടത്തുന്നു എന്ന് മാത്രമല്ല, പാകിസ്ഥാനും ചൈനയുമായിട്ട് ഇന്ത്യയുടെ ബന്ധം വല്ലാതെ വഷളാണ്. നേരത്തെ ഇമ്രാൻഖാൻ്റെ കാലത്ത് പാകിസ്ഥാനെതിരെ തിരിഞ്ഞിരുന്നു അമേരിക്ക. പക്ഷേ പുതിയ ഷഹബാസ് ഷെരീഫും പിന്നീടുള്ള കാവൽ മന്ത്രിസഭയൊക്കെ വന്നതിന് ശേഷം ഇതിൽ മാറ്റമുണ്ടായിരിക്കുന്നു. ഇമ്രാൻഖാൻ ചൈനീസ് പക്ഷക്കാരനാണ്. പക്ഷേ ഇപ്പോഴത്തെ പാകിസ്ഥാൻ്റെ ഭരണാധികാരികൾ അമേരിക്കയുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്നു. സ്വാഭാവികമായിട്ട് ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള ബന്ധം ശക്തമാണ്. പക്ഷേ അമേരിക്കയ്ക്ക് റഷ്യയുമായിട്ട് ഇന്ത്യ ബന്ധം പുലർത്തുന്നതിൽ വിദ്വേഷം, അല്ലെങ്കിൽ അവർക്ക് നീരസമുണ്ട്. ആ പശ്ചാത്തലത്തിൽ വാഷിങ്ടണിലേക്ക് പാകിസ്ഥാൻ്റെ
സൈനിക തലവൻ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യ അത് വളരെ ഗൗരവത്തോടെ വീക്ഷിക്കും. അമേരിക്കയും പാകിസ്ഥാനും നേരത്തെ സഖ്യകക്ഷികളായിരുന്നു. 1971 യുദ്ധത്തിൽ അടക്കം 65 യുദ്ധത്തിലൊക്കെ അമേരിക്ക പാകിസ്ഥാന്റെ കൂടെയായിരുന്നു. പക്ഷേ അന്ന് സോവിയറ്റ് യൂണിയനാണ് നമ്മുടെ ഒപ്പം നിന്നത്. ഇന്ത്യ വിജയിക്കുകയും ചെയ്തു. 13 ദിവസം കൊണ്ട് 1971 ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഐതിഹാസിക വിജയം നേടിയതൊക്കെ നമുക്കറിയാവുന്നതാണ്. എന്തായാലും അവിടെ അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 28-നാണ്. അവിടെ രാഷ്ട്രീയ കോലാഹലം നടക്കുന്നു, സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. പാക് പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാൻ 3 ഇടങ്ങളിൽ മത്സരിക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. ലാഹോറിൽ, ഇസ്ലാമാബാദിൽ, അതുപോലെ തന്നെ വിദൂരമായിട്ടുള്ള ഒരു പ്രദേശത്ത് കൂടി അദ്ദേഹം മത്സരിക്കും. കാരണം അദ്ദേഹം ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയെങ്കിലും മറ്റു കേസിൽപ്പെടുത്തി അദ്ദേഹത്തെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഇപ്പം ഇമ്രാൻഖാനാണ് അവിടുത്തെ ഏറ്റവും ജനകീയനായിട്ടുള്ള നേതാവ്. അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള നീക്കങ്ങൾ ഇപ്പോഴുള്ള ഭരണാധികാരികൾ നടത്തുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ രാഷ്ട്രീയം, പുറത്തേക്ക് പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് നടത്തുന്ന കോലാഹലങ്ങൾ, പ്രത്യേകിച്ച് കാശ്മീരിലെ ഭീകരാക്രമണം, അത് വേറൊരു പശ്ചാത്തലത്തിൽ കൂടി കാണണം. ഇന്ത്യ 370 ആർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞ് ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക അവകാശം അല്ലെങ്കിൽ പ്രത്യേക സ്ഥാനം എടുത്തു കളഞ്ഞു. അതുപോലെ ലഡാക്കിൽ അവിടെ യൂണിയൻ ടെറിട്ടറി ആയിട്ട് ഇന്ത്യ പ്രഖ്യാപിച്ചത് സുപ്രീം കോടതി ശരിവെച്ചു. ഇതിനെതിരെ ചൈനയും പാകിസ്ഥാനും രംഗത്ത് വന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം ഇതിനെ കാണാൻ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രേഗിൽ നിന്ന് വരുന്ന ദുഃഖകരമായ വാർത്ത 14 പേർ വെടിവയ്പിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അതിനേക്കാൾ അമ്പരപ്പിക്കുന്നത് സർവകലാശാല വിദ്യാർത്ഥി തന്നെയാണ് അക്രമി എന്നുള്ളത്. സ്മിത, യഥാർത്ഥത്തിൽ ഒരു സങ്കടകരമായ വാർത്തയാണ്. അമേരിക്കയിൽ നിന്നാണ് നമ്മൾ സ്ഥിരം ഈ സർവകലാശാലകളിലും സ്കൂളുകളിലും കയറി അക്രമി വെടിവെക്കുന്ന വാർത്തകൾ വരാറുള്ളത്. പക്ഷേ ഇപ്പോൾ ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രേഗിൽ, തലസ്ഥാനമായ പ്രേഗിലെ സർവകലാശാലയിൽ അവിടുത്തെ ഒരു വിദ്യാർത്ഥി, 24-കാരനായ വിദ്യാർത്ഥി, ആർട്സ് വിദ്യാർത്ഥിയാണ്, ഫാക്കൽറ്റി ഓഫ് ആർട്സിൽ നിന്നുള്ള വിദ്യാർത്ഥി, തോക്കുമായി വന്ന് വെടിവെച്ചു. 14 പേർ തൽക്ഷണം കൊല്ലപ്പെട്ടു. 25ഓളം പേർക്ക് ഗുരുതരമായ പരിക്കേറ്റിരിക്കുന്നു. ആ വിദ്യാർത്ഥി ഈ വെടിവയ്പ്പിന് ശേഷം സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പുറത്തുവിട്ടില്ല. കാരണം അദ്ദേഹം ഈ സ്വയം വെടിവെച്ച് മരിച്ചപ്പോൾ മുഖം വികൃതമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. പേരിപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും അവിടുത്തെ പോലീസ് ചീഫ് മാർട്ടിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നു വരികയാണ്. വല്ലാതെ ചെക്ക് റിപ്പബ്ലിക്കിനെ ഞെട്ടിച്ചിരിക്കുന്നൊരു സംഭവം പ്രേഗ് വസന്തമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ പ്രേഗിൽ വല്ലാത്ത ഒരു രക്തക്കളം ഒരുക്കിയിരിക്കുന്ന ഒരു അക്രമിയായിട്ട് വിദ്യാർത്ഥി. അമേരിക്കയിലെ കുറിച്ചാണ് ഇതേക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഇത് പറയാനുള്ളത്. കാരണം അമേരിക്കയിൽ 32 കോടി ജനങ്ങളുള്ളിടത്ത് 39 കോടി തോക്കുകളുണ്ട്. അതുകൊണ്ട് ആഴ്ചയിൽ പലതവണയാണ് അവിടെ വെടിവെപ്പ് നടക്കുന്നത്. പക്ഷേ ചെക്ക് റിപ്പബ്ലിക്കിൽ അതുപോലെ നടക്കാറില്ല. അത് സംഭവിച്ചിരിക്കുന്നു. സ്മിത, ക്രിസ്റ്റീന. ശരി, താങ്ക് യു. ജെയിംസ് സാർ, ഈ പ്രേക്ഷകർ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ, എന്താണ് പി ജെയിംസിന് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല എന്നുള്ളത്. അത് കുറച്ച് പ്രേക്ഷകർ പറഞ്ഞിരുന്നു. നമ്മൾ യഥാർത്ഥത്തിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഒരിക്കൽ കൂടി ഒരു ഗുഡ് മോർണിംഗ് ആൻഡ് ഹാവ് എ ഗുഡ് ഡേ. ഗുഡ് മോർണിംഗ്. എന്നോട് ഗുഡ് മോർണിംഗ് പറഞ്ഞിരുന്നു, തിരിച്ച് ഞാൻ പറഞ്ഞു. ഒരുപക്ഷെ അവർ കേൾക്കാതെ പോയതായിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ അന്തർദേശീയ വാർത്തകൾ.